ഫിനാൻഷ്യൽ സ്കാമിന്റെ വിക്ടിം ആണെങ്കിൽ ആദ്യം കാണേണ്ടത് വക്കീലിനല്ല, ആദ്യം 1930 ടോൾ ഫ്രീ നമ്പർ അതിൽ വിളിച്ചിട്ട് ഗോൾഡൻ അവർ ഉണ്ട്, ആദ്യത്തെ 1 മണിക്കൂറിനൊക്കെ അകത്ത് വിളിക്കുകയാണെങ്കിൽ സ്കാം നടന്ന അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് റീഫണ്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനുശേഷം ഉടനെ തന്നെ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. റിട്ടേൺ ആയിട്ട് ഒരു പരാതി, എവിഡൻസ്, സ്ക്രീൻഷോട്ട്, ചാറ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ച്, അക്കൗണ്ട് ഡീറ്റെയിൽസും വെച്ചൊരു പരാതി കൊടുക്കുക. പക്ഷേ സ്കാം നടത്തുന്ന ആളാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം വക്കീലിനെ കാണേണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിർഭാഗ്യവശാൽ ഉണ്ട്. കാരണം പരാതിക്കാരനും പലപ്പോഴും സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയാലും കേസ് എടുക്കാതിരിക്കുക, നല്ല പെരുമാറ്റം ഉണ്ടാകാതിരിക്കുക എന്നൊക്കെ ഉള്ള ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ അതും ഇപ്പോഴും പ്രാക്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടൊരു വക്കീലിനെ കണ്ടിട്ട് പോകുന്നതായിരിക്കും റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടും എന്നൊരു ഉറപ്പുണ്ടാവും. മറ്റേ നമ്മുടെ എന്തൊക്കെ പേപ്പർ ഒപ്പിട്ട് വാങ്ങിക്കുമെന്നോ ഒന്നും അറിയില്ല. നമ്മൾ ആ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയും, അതിനിടയ്ക്ക് അവർ നമ്മൾ എന്ത് ചോദിച്ചാലും ആ സ്റ്റേഷനിൽ വെച്ച് ഒപ്പിട്ട് കൊടുക്കാൻ പാനിക് സിറ്റുവേഷൻ ആണ്, പ്രഷറായിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും ആ സിറ്റുവേഷൻ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ചിന്തിക്കുക ആൾക്കാർ. സ്പെസിഫിക്കലി ഈ സൈബർ ക്രൈംസോ അല്ലെങ്കിൽ ഇത് സാമ്പത്തിക തട്ടിപ്പ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളൊരു ക്രിമിനൽ ലോയറെ തന്നെ കാണേണ്ടത്.